ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏതായാലും കോൺഗ്രസിൽ ഭിന്നത പുകയുകയാണ്. തെരഞ്ഞെടുപ്പിൽ തനിക്ക് മാത്രം ചുമതല നൽകിയില്ലെന്ന പരാതിയുമായി ചാണ്ടി ഉമ്മൻ ഇന്ന് രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. പുനഃസംഘടനയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നേതൃത്വം വരണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തെയാണ് പരാതി അറിയിക്കേണ്ടതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. പുനഃസംഘടനയിൽ മറുപടി പറയേണ്ടത് കെ സുധാകരനാണെന്ന് വി ഡി സതീശനും നേതൃമാറ്റ ചർച്ച നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അല്ല, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്. അല്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചാണ്ടി അമ്മനോട് ഈ കാര്യം സംസാരിക്കാൻ ഇതുവരെ സംസാരിച്ചില്ല. ഞാൻ ഈ വാർത്തയാണ് ഇപ്പോൾ കണ്ടത്. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല. അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അത് നോക്കട്ടെ. ഞങ്ങൾ സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് കൊണ്ടത് അവസാനിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, പാലക്കാട് വമ്പിച്ച ജയത്തിന്റെ ആവേശം കെട്ടടങ്ങും മുൻപെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പരസ്യമായി തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃമാറ്റം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത കോൺഗ്രസിൽ പുകയുകയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിനിത, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ ചാണ്ടി ഉമ്മൻ അവസാന ഘട്ടത്തിലാണ് പ്രചാരണത്തിനെത്തിയത്. അതും സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് നേരത്തെ ചേലക്കരയിലും വയനാട്ടിലും മഹാരാഷ്ട്രയിലും അടക്കം പ്രചാരണത്തിന് പോയെങ്കിലും പാലക്കാട്ട് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല ചാണ്ടി ഉമ്മൻ. ഏതായാലും പാലക്കാട്ട് നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലായാലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിലായാലും ചില അസംതൃപ്തി ഉണ്ടായിരുന്നു ചാണ്ടി ഉമ്മന്. ആ അതൃപ്തിയുടെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു മാറി നിൽക്കൽ എന്ന ഒരു വിലയിരുത്തലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. ഒടുവിൽ ഇപ്പോൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ ചുമതല നൽകാത്തതിലുള്ള അതൃപ്തിയാണ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. ഈ പുനഃസംഘടനയിലേക്ക് പാർട്ടി പോകുന്ന ഘട്ടത്തിലാണ് ചാണ്ടി ഉമ്മന്റെ ഈ അസംതൃപ്തി അത് പരസ്യമാക്കുന്നതും. പാർട്ടി പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്നിരുന്നവരെ അവഗണിച്ചേക്കുമെന്ന ഒരു ആശങ്കയും ഏതായാലും ഉണ്ട്. ആശങ്ക പരസ്യമായി പ്രകടിപ്പിക്കുന്നു. നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്ത് MA ലത്തീഫ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി, നേരത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിലായി, പിന്നീട് തിരിച്ചെടുത്തെങ്കിലും വീണ്ടും സസ്പെൻഷനിലായി. അങ്ങനെ പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെയൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നു എന്ന ആക്ഷേപം ചാണ്ടി ഉമ്മനുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുമുണ്ട് ചാണ്ടി ഉമ്മൻ. ഏതായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും ഇന്ന് പ്രതികരിച്ചു. കെ സുധാകരനാണ് പുനഃസംഘടനയിൽ കാര്യങ്ങൾ പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ലെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ് കാര്യങ്ങൾ. ഏതായാലും അങ്ങിങ്ങ് അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നേതാക്കൾ എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിലും ഇത് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.